ഹായ് ഓൾ, വെൽക്കം ടു StudyWinPSC. ഇന്ന് നടന്ന LP സ്കൂൾ ടീച്ചർ എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2 ആണ്. ആൻസർ ഓപ്ഷൻ സി. അഭാജ്യസംഖ്യ എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയിൽ മാത്രം വന്നാൽ അതൊരു അഭാജ്യസംഖ്യ ആയിരിക്കും, അതായത് പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2 ആണ്. അതുപോലെ ഒരേ ഒരു ഇരട്ട അഭാജ്യസംഖ്യ 2 ആണ്. 100-ൽ താഴെ 25 അഭാജ്യസംഖ്യകളുണ്ട്. 50-ൽ താഴെ 15 അഭാജ്യസംഖ്യകളുണ്ട്. ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്ത ചോദ്യം, 1/2 raised to -1, 2/3 square minus 3/4 raised to 0 all raised to -2 is equal to എത്ര? സൊല്യൂഷൻ, 1/2 raised to -1 ഇതിനെ 2/1 raised to 1 എന്ന് എഴുതാം. അതായത് ഇവിടെ ഈ സംഖ്യയുടെ ഈ താഴെ എഴുതിയിരിക്കുന്നത് ബേസും മുകളിൽ എഴുതിയിരിക്കുന്നത് പവറുമാണ്. പവറിൻ്റെ സൈൻ മാറ്റിയാൽ ഈ ബേസിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ പവർ -1 എന്നുള്ളത് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തു, +1 ആക്കി. പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ ബേസിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1 എന്ന് എഴുതി. അപ്പോൾ ഇത് 2/1 raised to 1 പ്ലസ് 2/3 ഹോൾ സ്ക്വയർ, അതായത് 2/3 ഹോൾ സ്ക്വയർ ആണെങ്കിൽ 4/9 വരും, മൈനസ് 3/4 raised to 0, അതായത് 1 വരും. അതായത് എനി ക്വാണ്ടിറ്റി raised to 0 1 ആണ്. അതായത് a raised to 0 is equal to 1. അതുപോലെ 3/4 raised to 0 is equal to 1. all raised to -2 is equal to 2/1 2 ആണ്. അപ്പോൾ 2 raised to 1 2 പ്ലസ് 4/9 -1 all raised to -2 is equal to 2 - 1 1 1 plus 4/9 raised to -2 1 plus 4/9. ഒന്നിനോടൊരു ഭിന്നസംഖ്യ കൂട്ടാനുള്ള എളുപ്പ വഴിയാണ് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. ഇവിടെ ഡിനോമിനേറ്റർ 9 ആണ്, 9 എന്ന് എഴുതി. ന്യൂമറേറ്ററിൽ ഈ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും സം എടുത്താൽ മതി. അപ്പോൾ ഇത് 4 + 9 13 വരും. അപ്പോൾ ഇത് 13/9 raised to -2 is equal to, ഇനി പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുവാണ്. അപ്പം ബേസിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 13/9 എന്നുള്ളത് 9/13 all raised to 2 എന്ന് വരും, is equal to 9 square 81 30 square 169 81/169 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ചോദ്യം, 7.83 ഇൻറ്റു 7.83 മൈനസ് 1.17 ഇൻറ്റു 1.17 ഡിവൈഡഡ് ബൈ 6.66 ൻ്റെ വില. സൊല്യൂഷൻ, ഇവിടെ 7.83 ഇൻറ്റു 7.83 മൈനസ് 1.17 ഇൻറ്റു 1.17 അതെന്ന് വെച്ചാൽ a² മൈനസ് b² ഫോമിലാണ്. a² മൈനസ് b² ഈസ് ഈക്വൽ ടു a + b ഇൻറ്റു a - b. അപ്പോൾ ഇവിടെ a 7.83, b
1.17. അപ്പോൾ ഇനി ഇതിനെ 7.83 പ്ലസ് 1.17 ഇൻറ്റു 7.83 മൈനസ് 1.17 എന്ന് എഴുതാം. ഇത് ഡിവൈഡഡ് ബൈ 6.66. 7.83 പ്ലസ് 1.17 9 ഇൻറ്റു 7.83 മൈനസ് 1.17 6.66 ഡിവൈഡഡ് ബൈ 6.66. 6.66ഉം 6.66ഉം വെട്ടിപ്പോയി. 9 ആൻസർ. ഓപ്ഷൻ എ. ചോദ്യം എ പ്ലസ് ഡി എ പ്ലസ് 2d എക്സെട്ര എ പ്ലസ് 30d എന്ന സമാന്തര ശ്രേണിയുടെ ശരാശരി. സൊല്യൂഷൻ. സമാന്തര ശ്രേണിയുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ എ ആണ്, ലാസ്റ്റ് നമ്പർ എ പ്ലസ് 30d. ഫസ്റ്റ് നമ്പർ എ പ്ലസ് ലാസ്റ്റ് നമ്പർ എ പ്ലസ് 30d ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് എ പ്ലസ് എ 2a പ്ലസ് 30d ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു, ഇതിന് ഇവിടെ 2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് 2aയും 30dയും ഇതിൽ 2 കോമൺ ആയിട്ട് എടുത്താൽ 2 ഇൻറ്റു എ പ്ലസ് 15d ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഈസ് ഈക്വൽ ടു, ഈ 2ഉം 2ഉം വെട്ടിപ്പോയി. ഇനിയുള്ളത് എ പ്ലസ് 15d ആണ്. ഇതാണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ ബി ആണ്, എ പ്ലസ് 15d. അടുത്ത ചോദ്യം x/3 ഈസ് ഈക്വൽ ടു y/4 ഈസ് ഈക്വൽ ടു z/7 ആണെങ്കിൽ x പ്ലസ് വൈ പ്ലസ് z ഈസ് ടു z ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് k ആയിട്ട് എടുക്കുക. അതായത് x/3 ഈസ് ഈക്വൽ ടു y/4 ഈസ് ഈക്വൽ ടു z/7 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് k. അപ്പോൾ ഇവിടെ x ഈസ് ഈക്വൽ ടു 3k, y ഈസ് ഈക്വൽ ടു 4k, z ഈസ് ഈക്വൽ ടു 7k. Therefore, x is to y is to z is equal to 3k is to 4k is to 7k is equal to 3 is to 4 is to 7. അപ്പോൾ ഇവിടെ x is to y is to z is equal to 3 is to 4 is to 7. അപ്പം x പ്ലസ് y പ്ലസ് z is equal to 3 plus 4 plus 7 is equal to 14. z is equal to ഇവിടെ 7 ആണ്. അപ്പം x plus y plus z is to z. x plus y plus z is to z is equal to 14 is to 7. That is equal to 14 is to 7 സിംപ്ലിഫൈ ചെയ്യുമ്പം 2 കൊണ്ട് വെട്ടിക്കഴിയുമ്പം 7 2 7 1 7
2:1 എന്ന് വരും. 2:1 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 4:3 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ വികർണത്തിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് എത്ര? സൊല്യൂഷൻ. ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, ചുറ്റളവ് എന്ന് വെച്ചാൽ പെരിമീറ്റർ. പെരിമീറ്റർ P = 2 × L + B. ഇവിടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. L:B, ലെങ്ത്:breadth = 4:3. വികർണത്തിൻ്റെ നീളം, വികർണം എന്ന് വെച്ചാൽ ഡയഗണൽ, 25 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്ന് നീളവും വീതിയും കണ്ടുപിടിക്കണം. ഡയഗണൽ സ്ക്വയർ = ലെങ്ത് സ്ക്വയർ + ബ്രെഡ്ത്ത് സ്ക്വയർ ആണ്. ഇതൊരു ചതുരമാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഇതായിരിക്കും, ബ്രെഡ്ത്ത് ഇതായിരിക്കും, ഇതായിരിക്കും ഡയഗണൽ. അപ്പോൾ ഡയഗണൽ D² = ലെങ്ത് സ്ക്വയർ + ബ്രെഡ്ത്ത് സ്ക്വയർ. അപ്പോൾ ഇവിടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, നീളവും വീതിയും തമ്മിലുള്ള 4:3 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ 4x എന്നും 3x എന്നും എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയഗണൽ സ്ക്വയർ, അപ്പോൾ 25ൻ്റെ സ്ക്വയർ 625 = ലെങ്ത് സ്ക്വയർ 4x² + ബ്രെഡ്ത്ത് സ്ക്വയർ 3x² = 4x² 16x² + 3x² 9x². അപ്പോൾ ഇത് 625 = 16 9 25 x². x² = 625 / 25 = 25. Therefore x = √25 = 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത് = 4x ആണ്. എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. 4 × 5 20 സെൻറ്റിമീറ്റർ ആണ് നീളം. ബ്രെഡ്ത്ത് വീതി = 3x ആണ്. എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ 3 × 5 15 സെൻറ്റിമീറ്റർ ആണ് വീതി. ഓക്കെ, ഇനിയിപ്പം പെരിമീറ്ററിൻ്റെ ഈ ഫോർമുലയിലേക്ക് നീളവും വീതിയും കൊടുക്കാം. പെരിമീറ്റർ P = 2 × ലെങ്ത് 20 സെൻറ്റിമീറ്റർ + ബ്രെഡ്ത്ത് 15 സെൻറ്റിമീറ്റർ. 2 × 20 + 15 35. 2 × 35 70 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സൊല്യൂഷൻ. ഓപ്ഷൻ എ 0.09 > 7/8. അപ്പോൾ ഇവിടെ 0.09 7/8 എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് 0.8 വരത്തുള്ളൂ. അപ്പോൾ 0.8 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 0.09 < 0.8 ആണ്. അപ്പം ഓപ്ഷൻ എ തെറ്റായ പ്രസ്താവന. അടുത്തത് ഓപ്ഷൻ ബി, 6% < 0.09. 6% എന്ന് പറയുമ്പം 6/100 ആയിരിക്കും. 6/100 എന്ന് വെച്ചാൽ 0.06. അപ്പോൾ ഇവിടെ 0.06 0.09 0.06 < 0.9 ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ബി, ഈ പ്രസ്താവന ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എക്സാമിന് നിങ്ങൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്കിയുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ സിയിൽ 8.0 × 10⁻³ > 8/100. അപ്പോൾ ഇവിടെ 8.0 എന്ന് വെച്ചാൽ 8 × 10⁻³
ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 10⁻³ എന്ന് വെച്ചാൽ 1/10³ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1/10³ എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ ഇത് 8 ഇൻറ്റു 1/1000 ഈസ് ഈക്വൽ ടു 0.008. അതുപോലെ 8/100 എന്ന് വെച്ചാൽ 0.08. അപ്പോൾ 0.008ഉം 0.08ഉം. അപ്പോൾ 0.008 ലെസ് ദാൻ 0.08 ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ സിയും തെറ്റാണ്. അടുത്തത് ഓപ്ഷൻ ഡി 0.09 ഗ്രേറ്റർ ദാൻ 66 ഇൻറ്റു 10⁻². ഓക്കെ, അപ്പോൾ ഇവിടെ 66 ഇൻറ്റു 10⁻², അതായത് 10⁻² ഈസ് ഈക്വൽ ടു 66 ഇൻറ്റു 10⁻² എന്ന് വെച്ചാൽ 1/10² ഈസ് ഈക്വൽ ടു 66 ഇൻറ്റു 1/10² എന്ന് പറഞ്ഞാൽ 100 ഈസ് ഈക്വൽ ടു 66/100 0.66. അപ്പോൾ ഇവിടെ 0.09ഉം 0.66ഉം. ഇവിടെ 0.09 ലെസ് ദാൻ 0.66 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 60% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? സൊല്യൂഷൻ: എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ X/100 പ്ലസ് X ഇൻറ്റു 100% കുറവായിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 60%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 60/100 പ്ലസ് 60 ഇൻറ്റു 100%. അപ്പോൾ ഇവിടെ 60/100 പ്ലസ് 60 160 ഇൻറ്റു 100%. അപ്പോൾ ഇത് 4 കൊണ്ട് 40 4 160 25 4 100 0 0 വെട്ടി 2 3 6 2 2 4 25 3 75/2%. അതായത് 75/2 37.5% ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, തുടക്കത്തിൽ 70 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ ഓരോ 2 മണിക്കൂറിലും വേഗത 10 km/h വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ കാർ 345 km സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. സൊല്യൂഷൻ: ഇവിടെ ഒരു കാറ് തുടക്കത്തിൽ 70 km/h വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. പിന്നീട് ഓരോ 2 മണിക്കൂറിലും 10 km/h വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 345 km ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫസ്റ്റ് 2 മണിക്കൂറിൽ കാറ് സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് ഇൻറ്റു ടൈം. ഫസ്റ്റ് 2 അവർ സഞ്ചരിക്കുന്ന ദൂരം, അതായത് 70 ഇൻറ്റു 2 140 km. അടുത്ത 2 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം, നെക്സ്റ്റ് 2 അവർ ഡിസ്റ്റൻസ്. അടുത്ത 2 മണിക്കൂർ ആകുമ്പം ഈ കാറിൻ്റെ വേഗത 10 km/h വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 70 km/h എന്നുള്ളത് 80 km/h എന്നാവും. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 80 ഇൻറ്റു 2 160 km. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ 4 മണിക്കൂറിൽ ഡിസ്റ്റൻസ് 140 പ്ലസ്
160 300 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇനി റിമൈനിങ് ഡിസ്റ്റൻസ്, അതായത് 345 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ 345 മൈനസ് 300, ഇനി 45 കിലോമീറ്റർ ദൂരവും കൂടെ സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഇനിയുള്ള അടുത്ത 2 മണിക്കൂറിൽ ഈ സ്പീഡ് വീണ്ടും 10 km/h വർദ്ധിക്കും. അതായത് അപ്പോൾ അടുത്ത സ്പീഡെന്ന് പറഞ്ഞാൽ ഇനി 80 കഴിഞ്ഞിട്ട് 90 km/h ആയിരിക്കും അടുത്ത വേഗത, ഈ 45 കിലോമീറ്റർ പോകുന്ന വേഗത. അപ്പോൾ അതിന് വേണ്ട സമയം, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടെ 45/90, അരമണിക്കൂർ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 4 വരെ 4.5 മണിക്കൂറാണ് വരുന്നത്. 4.5 മണിക്കൂറാണ് 345 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, എയുടെയും ബിയുടെയും ഉസാഖയും ലസാഗുവും യഥാക്രമം എക്സും വൈയും ആണ്. കൂടാതെ a+b ഈസ് ഈക്വൽ ടു x+y ആണെങ്കിൽ x² + y² ഈസ് ഈക്വൽ ടു ഡാഷ്. സൊല്യൂഷൻ x² + y² ഈസ് ഈക്വൽ ടു എന്താണെന്ന് കണ്ടുപിടിക്കണം. a+b ഈസ് ഈക്വൽ ടു x+y എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് x² + y² ആണ്. അപ്പോൾ ഈ x+y ഒന്ന് സ്ക്വയർ ചെയ്യാം. x+y the whole square ഈസ് ഈക്വൽ ടു, x+y സ്ക്വയർ ചെയ്താൽ a+b സ്ക്വയർ ചെയ്യണം, രണ്ടും ഈക്വൽ ആണല്ലോ. ഇവിടെ a+b ഹോൾ സ്ക്വയർ, x+y the whole square ഈസ് ഈക്വൽ ടു x² + y² + 2xy. a+b the whole square ഈസ് ഈക്വൽ ടു a² + b² + 2ab. അപ്പോൾ ഇവിടെ x² + y² ആണ് കണ്ടുപിടിക്കേണ്ടത്. x² + y² ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ഈ 2xy എന്നുള്ളത് ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് പോവും. അപ്പോൾ ഇതിങ്ങനെ വരും, a² + b² + 2ab മൈനസ് 2xy ഈസ് ഈക്വൽ ടു x+y the whole square ഈസ് ഈക്വൽ ടു a+b the whole square ആണ്. അപ്പോൾ ഇവിടെ ഈ +2abയും -2xyയും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പം x² + y² ഈസ് ഈക്വൽ ടു a² + b² എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ x² + y² ഓപ്ഷൻ സി a² + b² ആണ്. ഓക്കെ, ചോദ്യം, ab² m ഈസ് ഈക്വൽ ടു 2ab + 5b ഹോൾ സ്ക്വയർ മൈനസ് 2ab - 5b ഹോൾ സ്ക്വയർ ആണെങ്കിൽ എമ്മിൻ്റെ വില. സൊല്യൂഷൻ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ 2ab + 5b ഹോൾ സ്ക്വയർ മൈനസ് 2ab - 5b ഹോൾ സ്ക്വയർ, ഇത് a² - b² ഫോമില. a² - b² ഈസ് ഈക്വൽ ടു a+b ഇൻറ്റു a - b ആണ്. ഇവിടെ a ഈസ് ഈക്വൽ ടു 2ab + 5b, b ഈസ് ഈക്വൽ ടു 2ab - 5b ആണ്. അപ്പോൾ ഇവിടെ ab² m ഈസ് ഈക്വൽ ടു a+b ഇൻറ്റു a - ഫോമിലേക്ക് എഴുതാം. അപ്പോൾ ഇത് 2ab + 5b പ്ലസ് 2ab - 5b ഇൻറ്റു 2ab + 5b മൈനസ് 2ab - 5b ഈസ് ഈക്വൽ ടു 2ab
പ്ലസ് 5b പ്ലസ് 2ab മൈനസ് 5b ഇൻറ്റു 2ab പ്ലസ് 5b മൈനസ് 2ab മൈനസ് ഓഫ് മൈനസ് പ്ലസ് 5b ഈക്വൽ ടു 2ab പ്ലസ് 2ab 4ab പ്ലസ് 5b മൈനസ് 5b വെട്ടിപ്പോവും. അപ്പോൾ ഇത് 4ab ഇൻറ്റു 2ab മൈനസ് 2ab വെട്ടിപ്പോവും. പ്ലസ് 5b ആഡ് ചെയ്യുമ്പം 10b ഈസ് ഈക്വൽ ടു 4ab ഇൻറ്റു 10b 4 ഇൻറ്റു 10 40 a b ഇൻറ്റു b b സ്ക്വയർ. അപ്പോൾ ഇവിടെ a b സ്ക്വയർ m ഈസ് ഈക്വൽ ടു 40 a b സ്ക്വയർ. a b സ്ക്വയറും a b സ്ക്വയറും വെട്ടിപ്പോകും. m ഈസ് ഈക്വൽ ടു 40. m ഈസ് ഈക്വൽ ടു 40 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു കരാറുകാരന് ഒരു നിശ്ചിത എണ്ണം തൊഴിലാളികളെ ഉപയോഗിച്ച് 9 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. എന്നാൽ 6 തൊഴിലാളികൾ ആദ്യ ദിവസം വന്നില്ല. ബാക്കിയുള്ള തൊഴിലാളികൾക്ക് ആ ജോലി 15 ദിവസത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര തൊഴിലാളികളാണ് ജോലി ചെയ്യേണ്ടിയിരുന്നത്? സൊല്യൂഷൻ, ഇത് ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ ആളുകളും ദിവസമുണ്ട്. അപ്പം അതിൻ്റെ ഫോർമുല ഇതാണ്, m1d1 ഈസ് ഈക്വൽ ടു m2d2. ഇവിടെ m1 ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം, അതിനെ x ആയിട്ട് എടുക്കാം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. d1 9, m2 6 തൊഴിലാളികൾ ആദ്യ ദിവസം വന്നില്ല. അപ്പം ആകെ ഉണ്ടായിരുന്ന എത്രയാണ്? x ആണ്. x ആളുകളിൽ 6 പേര് വന്നില്ല. അപ്പോൾ x മൈനസ് 6 ആണ് m2. d2 15 ദിവസം. അപ്പോൾ ഇവിടെ m ആളുകളെയും d ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. m1 x ഇൻറ്റു d1 9 ഈസ് ഈക്വൽ ടു m2 x മൈനസ് 6 ഇൻറ്റു d2 15. 9x ഈസ് ഈക്വൽ ടു 15x മൈനസ് 15 ഇൻറ്റു 6 90. അപ്പോൾ 15x മൈനസ് 9x ഈസ് ഈക്വൽ ടു 90. 15x മൈനസ് 9x 6x ഈസ് ഈക്വൽ ടു 90. Therefore x ഈസ് ഈക്വൽ ടു 90/6 15. ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം x ആണ്, അത് 15 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 15 ആണ്. അടുത്ത ചോദ്യം, അനിൽ ജംഷാദിൽ നിന്ന് 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങി. ഈ തുക 6% വാർഷിക കൂട്ടുപലിശയ്ക്ക് കടം വാങ്ങിയിരുന്നെങ്കിൽ പലിശ ഇനത്തിൽ എത്ര അധിക തുക നൽകേണ്ടി വരും? സൊല്യൂഷൻ, അധിക തുക എന്ന് വെച്ചാൽ ഡിഫറൻസ് ആണ്, അതായത് ആ വ്യത്യാസം. അപ്പം ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു PR²/100². ഇതാണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് ഇത് 2 വർഷത്തേക്കാണ്, 2 വർഷത്തേക്കുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. അതായത് ഒരു തുകയ്ക്ക് 2 വർഷ കാലയളവിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. d ഈസ് ഈക്വൽ ടു PR²/100². ഇവിടെ പി പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 12,000 രൂപ. പലിശ നിരക്കാണ് 6 ഇവിടെ
6%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ഈസ് ഈക്വൽ ടു പി 12,000 ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ ഈസ് ഈക്വൽ ടു 12,000 ഇൻറ്റു 6 സ്ക്വയർ 36 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. ഈ 2 പൂജ്യവും വെട്ടി 20 6 120 25 100 36 ഇൻറ്റു 6 216 ബൈ 5. അപ്പം 5 4 20 16-നകത്ത് 5 3 15.10 വരും. 5 2 10 43.2. അതാണ് ആൻസർ. ഓപ്ഷൻ ബി 43.20 രൂപ. ചോദ്യം: 7 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഇരുമ്പുഗോളം ഉരുക്കി 0.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു കമ്പിയാക്കി മാറ്റുന്നു. കമ്പിയുടെ നീളം കണ്ടെത്തുക. സൊല്യൂഷൻ: ഇവിടെ കമ്പിയുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. കമ്പിനെ സാധാരണ സിലിണ്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഗോളം എന്ന് വെച്ചാൽ സ്ഫിയർ. അപ്പോൾ സ്ഫിയറും സിലിണ്ടറുമാണ്. അപ്പോൾ സ്ഫിയറിൻ്റെയും സിലിണ്ടറിൻ്റെയും വോളിയത്തിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം കമ്പിയുടെ നീളം കിട്ടും. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് വേറൊരു സിമ്പിൾ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കമ്പിയുടെ നീളം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. കമ്പിനെ എപ്പോഴും സിലിണ്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പം ലെങ്ത് ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റേഡിയസ് ഓഫ് സ്ഫിയർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു റേഡിയസ് ഓഫ് സിലിണ്ടർ സ്ക്വയർ. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റേഡിയസ് ഓഫ് സ്ഫിയർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സിലിണ്ടർ സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇവിടെ കമ്പിയുടെ നീളം ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ആണ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സ്ഫിയർ. അതായത് സ്ഫിയർ എന്ന് വെച്ചാൽ ഗോളത്തിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ ആരം. ഗോളത്തിൻ്റെ റേഡിയസ് ഇവിടെ 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 ഇൻറ്റു 7 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സിലിണ്ടർ. കമ്പിനെ ആണ് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പം സിലിണ്ടറിൻ്റെ ആരം, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 0.2 സെൻറ്റിമീറ്റർ വ്യാസമാണ്. വ്യാസം എന്ന് വെച്ചാൽ ഡയമീറ്റർ. ഡയമീറ്റർ 0.2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് വെച്ചാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. അപ്പം 0.2 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0.1 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ ഇത് 3 ഇൻറ്റു 0.1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 0.1 സ്ക്വയർ 0.01. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പം കിട്ടുന്നത് 45,733.33 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും സെൻറ്റിമീറ്റർ ആണ്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാനായിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇവിടെ ഓപ്ഷൻസിലെ ആൻസർ മീറ്ററിലാണ്. അപ്പോൾ ഇവിടെ ഇത് 45,733.333 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈസ് ഈക്വൽ ടു
457.33 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ എ 457.33 മീറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 33 മീറ്റർ തുണി വിൽക്കുന്നതിലൂടെ ഒരു വസ്ത്രവ്യാപാരിക്ക് 3 മീറ്റർ തുണിയുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമായ തുക നഷ്ടം വരുന്നു. അയാളുടെ ലാഭ അല്ലെങ്കിൽ നഷ്ട ശതമാനം. സൊല്യൂഷൻ, ഇവിടെ 33 മീറ്റർ തുണി വിൽക്കുവാണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് SP 33, 3 മീറ്റർ തുണിയുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമായ തുക നഷ്ടം വരുന്നു. അപ്പം ലോസ് 3 മീറ്റർ തുണിയാണ്. ലോസും സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിൽ SP ഉണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് CP കണ്ടുപിടിക്കാം. ലോസ് ഈസ് ഈക്വൽ ടു CP മൈനസ് SP ആണ്. അപ്പോൾ ഇവിടെ ലോസ് 3 ആണ്, CP മൈനസ് SP ഇവിടെ 33. അപ്പോൾ CP കോസ്റ്റ് പ്രൈസ് CP ഈസ് ഈക്വൽ ടു 3 പ്ലസ് 33 36 മീറ്റർ ആണ് CP ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ SP-യേക്കാളും വലിയ വാല്യൂ ആണ് CP എങ്കിൽ അവിടെ എപ്പോഴും നഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ SP 33 ആണ്, CP 36 ആണ്. അപ്പോൾ ഇത് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ നഷ്ട ശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് L ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ലോസ് 3 മീറ്റർ ആണ്, CP 36 മീറ്റർ ആണ്, ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 4 കൊണ്ട് വെട്ടാം. 4 25 100, 4 9 36, 3 3 9, 25/3, 3 8 24, 1 വരും ശിഷ്ടം. അപ്പോൾ ഇത് 8 3/1% നഷ്ടമാണ്. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.